ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ RRB NBPC JEE എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സും റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, SSC GDക്ക് ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് കിട്ടും. ആ ഒരു ക്ലാസ്സും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൂടെ ആ ഒരു ക്ലാസ് കണ്ടിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാൻ നോക്കുക ഫോർ ബെറ്റർ റിസൾട്ട്സ്, കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് റേഷ്യോ പ്രൊപ്പോർഷൻ. നിങ്ങൾ ആ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അത് റെയിൽവേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ടിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് തന്നെ പറയും. ഇതിനകത്ത് കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. പെർസെൻറ്റേജ് ക്ലാസ് കാണണം, ബേസിക് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയും ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ കിട്ടുന്ന 2 മണിക്കൂറത്തെ ആ ക്ലാസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൺസെപ്റ്റുകളും എല്ലാം. പിന്നെ നമുക്ക് NDPCക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ എക്സാം മെത്തേഡിലും ഡീറ്റെയിൽ ആയിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇത് NDPCയുടെ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. പുതിയ ആപ്ലിക്കേഷൻ ദിശ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതിൽ ആ കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡെമോ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവിടെ ക്ലാസ്സുകൾ പോകുന്നത്, ഏത് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെ പഠിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസിൽ കറക്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ നോക്കി കാണാവുന്നതാണ്. ഓക്കെ, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ SSC GDക്ക് വേണ്ടി ചെയ്തതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമിയിൽ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ വരുന്ന ക്ലാസ്, ഈ ക്ലാസ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട 2 മണിക്കൂർ ഉള്ള ക്ലാസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൺസെപ്റ്റും അതുപോലെ ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാവും. അപ്പോൾ പെർസെൻറ്റേജിന്റെ ക്ലാസ്സും ഇതുപോലെ ഒന്ന് കാണണം, ഇത് കാണുന്നതിന് മുന്നേ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് വഴി എങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റുകൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. ക്വസ്റ്റ്യൻ നോക്കേ, 1 ഷോപ്പ് കീപ്പർ ബോട്ട് 1 തിങ് ഫോർ ₹228. അപ്പോൾ ഒരാൾ വാങ്ങി എന്ന് പറയുമ്പോൾ അയാളുടെ എന്താണ്, കോസ്റ്റ് പ്രൈസ് ആണ്, അയാൾക്ക് ചിലവായ പൈസയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് കണ്ടതിന് ശേഷം അത് അറിയാമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക ഇത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, എന്നിട്ട് ഈ ക്ലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ 228 അയാളുടെ കോസ്റ്റ് ആയിട്ട് ഉള്ള പൈസ. ഇത് വിറ്റത് എത്ര രൂപയ്ക്കാണ്? സോൾഡ് ഇറ്റ് ഫോർ 285. 228 വാങ്ങിയിട്ട് 285 രൂപയ്ക്ക് വിറ്റ്. ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഏൺഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ചെയ്യും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, എന്നിട്ട് പെർസെൻറ്റേജ് സിമ്പിൾ ഇടും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണ്. അതേ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യുന്നവരുണ്ട്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 285 മൈനസ് 228 ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. 228 ഇങ്ങനെ എഴുതിയിട്ട് 15 മൈനസ് 8 7, 7 2 5 0 57 കിട്ടി. ഇത് 57 എഴുതി ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 228 ഇൻറ്റു 100 എഴുതി പെർസെൻറ്റേജ്, എന്നിട്ട് 4 വെച്ചിട്ട് വെട്ടി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്, എങ്ങനത്തെ ക്ലാസ്സിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഓരോ കാൽക്കുലേഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഇതൊരിക്കലും ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നില്ല. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് എഴുതാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി മാത്സിന്റെ ആ ഒരു കാൽക്കുലേഷൻ എക്സസൈസ് എന്തായാലും ഫോളോ ചെയ്യണം. തുടക്കക്കാർക്ക് നല്ല പ്രയാസമായിരിക്കും. അത് എഴുതി നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തിയാൽ മാത്രമേ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ 228 വാങ്ങിയിട്ട് 285 വെക്കുമ്പോൾ എത്രയാണ് അയാളുടെ പ്രോഫിറ്റ് എന്ന് കിട്ടും, എത്രയാണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. എപ്പോഴും ഡിഫറൻസ് എടുക്കാൻ വേണ്ടി ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂവിലോട്ടുള്ള ആ ഒരു കൂട്ടുക. അതായത് 228 കൂടെ എത്ര കൂട്ടിയാൽ 285 കിട്ടും. എത്ര കൂട്ടണം? 40 കൂട്ടിയാൽ 260, 50 കൂട്ടിയാൽ 278, പിന്നെ ഒരു 7 കൂടെയാണ്. അതായത് 57 നമ്മുടെ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ്.
228. 228 57 എത്രയാണ്, എന്നാൽ 100 എത്ര, അതാണ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് പെർസെൻറ്റേജിന്റെ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. 57/228 ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് പറയാം, 1/4 ആണ്. അതായത് 57 ഗുണം 4 ആണ് 228. 54 200 74 28. കുറച്ച് പേർക്കെങ്കിലും ഇത് നല്ല പ്രയാസമായിട്ട് തോന്നും ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുക, ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലുള്ള ക്ലാസ്സുകൾ ആ ഒരു ബേസ് ലെവലിൽ തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 25% ആണ്. ഇതിവിടെ പഠിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ് ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻറ്റു 100 ചെയ്യും, എന്നിട്ട് 100 25 വരും. പക്ഷേ ഈ ഒരു മെത്തേഡ് 100 വെച്ച് ചെയ്യുന്ന മെത്തേഡ് എന്ത് ചെയ്തില്ല, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തില്ല. കാര്യം ഞാൻ അതിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു, പിന്നെ വീണ്ടും കൺവെൻഷനലായിട്ട് ഞാൻ ഒരിക്കലും ചെയ്തില്ല. നിങ്ങളുടെ ടൈമിനെ എന്ത് ചെയ്യത്തുള്ളൂ, വേസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. അല്ലെങ്കിൽ 1/4 4 1 എന്നാൽ 100 എത്ര, 25% ഈസി ആയിട്ട്. ഏറ്റവും ഈസി ക്വസ്റ്റൻ ആണ്. ഈസി ക്വസ്റ്റൻ ഈസി ആവുന്ന എപ്പോഴാണ്, നിങ്ങൾക്കത് 5 സെക്കൻഡ് ചെയ്യാൻ പറ്റും, 10 സെക്കൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 10 സെക്കൻഡ് തന്നെ ചെയ്യുക കേട്ടോ. ഇത് 25%. ഒരു ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. പ്രോഫിറ്റ് എത്രയാണോ കോസ്റ്റ് പ്രൈസിൽ, ആ പ്രോഫിറ്റ് എത്രയാണ്, എന്നാൽ 100 എത്ര. പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ലോസ് ആകുമ്പോൾ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റും ലോസും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം ബൈ സെല്ലിംഗ് ആൻഡ് ഓർണമെന്റ്. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നിട്ട് ഇതിന്റെ ഏറ്റവും ഷോർട്ട് വഴിയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബൈ സെല്ലിംഗ് ആൻഡ് ഓർണമെന്റ് ഫോർ ₹720. ഇതും ബേസ് ഇല്ലാത്തവർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ, കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ബൈ സെല്ലിംഗ് ആൻഡ് ഓർണമെന്റ് ഫോർ ₹720, ചൈത്ര loses 10%. At what price should she sell in order to gain 15%? അപ്പൊ ഇവിടെ പറയുന്നു എന്തറിയണം, പെർസെൻറ്റേജ് എന്താണെന്ന് അറിയണം. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു ഓർണമെന്റിന്റെ വില എത്രയാണ്, 720 രൂപയാണ്. അപ്പൊ 720 വിൽക്കുമ്പോൾ അവൾക്ക് 10% നഷ്ടം ഉണ്ടാവും. എന്തിന്റെ 10%? അവളുടെ ആ ഓർണമെന്റ് വാങ്ങാൻ എത്ര രൂപയായോ അതിന്റെ 10% നഷ്ടം വരും. അപ്പോൾ അതായത് അവളുടെ കോസ്റ്റ് പ്രൈസിന്റെ 10% നഷ്ടം ഉണ്ടാവും. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമാണ്, 100%. 100% എന്ന് പറഞ്ഞാൽ 100/100 ആണ്. അതായത് 1 ആണ്. ഒരു ഏതെങ്കിലും സാധനത്തിന്റെ 100% എന്ന് പറഞ്ഞാൽ ആ സാധനം അത് തന്നെയാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ 10% നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 90%. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. കോസ്റ്റ് പ്രൈസിന്റെ 90% വാല്യൂ ആണ് നമുക്ക് എത്ര വന്നിട്ടുള്ളത്, 720. എന്നാൽ കോസ്റ്റ് പ്രൈസിന്റെ 100% കണ്ടുപിടിക്കാൻ എന്ത് കിട്ടും, കോസ്റ്റ് പ്രൈസ് കിട്ടും. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഷീ സെൽ ഇറ്റ് ഇൻ ഓർഡർ ടു ഗെയിൻ 15%. അപ്പൊ 15% ഗെയിൻ എവിടെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ കോസ്റ്റ് പ്രൈസിന്റെ 15% ഗെയിൻ ഉണ്ടാവും. കോസ്റ്റ് പ്രൈസിന്റെ 90 അറിയാം, 720. നമുക്ക് എന്ത് വേണം, കോസ്റ്റ് പ്രൈസിന്റെ 115% വേണം. അതുകൊണ്ടാണ് ഞാൻ 115 എടുത്തത്. കാര്യം അത് വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓൾറെഡി കോസ്റ്റ് പ്രൈസിന്റെ 100% അതിന്റെ കൂടെ അതിന്റെ പ്രോഫിറ്റ് ആയിട്ടുള്ള 15%. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുമ്പോൾ ചിലവർക്കൊന്നും മനസ്സിലാവത്തില്ല. കാര്യം ആ ബേസ് ഒക്കെ ആയിട്ടുള്ള പെർസെൻറ്റേജ് അറിയില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസ് ആയിട്ടുള്ള ക്ലാസ് കണ്ടില്ല. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന കാര്യം. കോസ്റ്റ് പ്രൈസിന്റെ 115%. ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുന്ന ഏറ്റവും എളുപ്പത്തിൽ എക്സാം രീതിയിൽ എഴുതുന്ന ഒരു വഴിയാണ് കോസ്റ്റ് പ്രൈസിന്റെ 90% ഓഫ് കോസ്റ്റ് അറിയാം 720. നമുക്ക് എന്ത് വേണം, 115 ഓഫ് കോസ്റ്റ് വേണം. അപ്പൊ എന്ത് ചെയ്യാം, 90 720 ആയിട്ട് വെട്ടി നമുക്ക് 8 എന്ന് എഴുതാം. 115 ഗുണം 8 800, 15 8 120, 920. ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻ ലെവലിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 920 ഓപ്ഷൻ സി. 920 വിറ്റാൽ അയാൾക്ക് എന്ത് കിട്ടും, 15% ലാഭം അവിടെ കിട്ടും. അടുത്ത, ഇഫ് എ വെൻഡർ ഡിസൈഡഡ് ടു സെൽ ഹിസ് ഗുഡ്സ് ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 mangoes is equal to cost price of 12 mangoes, then the profit percentage. ഇത് കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റിനകത്ത് കോസ്റ്റ് പ്രൈസ് 5ഉം സെല്ലിംഗ് പ്രൈസ് 6ഉം ആണ്. 5ന്റെ സാധനം 6ന് വിറ്റാൽ 20% ലാഭമാണ്. ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ പഠിച്ചവർക്ക് നമ്മൾ പഠിച്ചു പോകും. ഈ ക്വസ്റ്റൻ അല്ലാതെ എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ പറയുന്നു സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 mangoes. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് SP ആണെങ്കിൽ 10ന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ഗുണം സെല്ലിംഗ് പ്രൈസ്, ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് SP ആണെങ്കിൽ 10 SP ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 12 mangoes. 12 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 12 CP. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, CP ബൈ SP യുടെ റേഷ്യോ കിട്ടും. നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ ഒക്കെ കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ എന്ത് മതി, കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെയും റേഷ്യോ മതി. കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ത് കിട്ടും, 12 ബൈ ഈ കോസ്റ്റ് പ്രൈസ് ഇവിടെ കിടക്കും, സെല്ലിംഗ് പ്രൈസ് താഴോട്ട് വരും, ഈ 12 താഴോട്ട് വരും. ഈക്വൽ ടുവിന് അപ്പുറത്തും ഇപ്പുറത്തും മൾട്ടിപ്ലിക്കേഷൻ എന്താവും, ഡിവിഷൻ ആയി മാറും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് താഴെ വരുന്നു, 12 താഴെ വരുന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തിരിച്ച് കോസ്റ്റ് പ്രൈസ് 10 വരും,
അല്ലെ? കോസ്റ്റ് പ്രൈസ് 10 ഇവിടെ കിടക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് താഴെ വന്നു, 12 താഴെ. സെല്ലിംഗ് പ്രൈസ് 12 വരും. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5:6 കിട്ടും. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 6 യൂണിറ്റ് ആണ്. കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 6 യൂണിറ്റ് ആണ്. ഇവിടെ ലാഭം എത്രയാണ്? 1 യൂണിറ്റ് ആണ് ലാഭം. നമ്മൾ എപ്പോഴും ലാഭം കണക്കാക്കുന്നത് എന്തിലാണ്? കോസ്റ്റ് പ്രൈസിൽ. അപ്പൊ നമുക്ക് ഈ പെർസെന്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റേഷ്യോ എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിവിഷൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നാണ് ഇവിടെ, അല്ലെ? ഒന്നല്ലേ ലാഭം. കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര ലാഭം കിട്ടി? വിറ്റപ്പോ 6 രൂപ. 5 രൂപയുടെ സാധനം 6 രൂപയ്ക്ക് വിറ്റു. 1 രൂപ ലാഭം കിട്ടി. എത്രല്ലേ? ടോട്ടൽ 5. 1/5 എന്ന് പറയുന്നത് 1/4 25% ആണ്. 1/5 എന്ന് പറഞ്ഞാൽ 20%. ഇവിടെ അല്ലെങ്കിൽ 1/5 5-1 എന്നാൽ 100-ലെത്തും. അത് പെർസെന്റേജിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ആ ഒരു ഡൗട്ട് അങ്ങ് മാറും. 1/5 ഒക്കെ 20 എങ്ങനെ എഴുതുന്നത് എന്നുള്ള ഡൗട്ടൊക്കെ അവിടെ. ഓക്കെ, അപ്പോൾ 1/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 20%. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പവഴി, അല്ല ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഇനി ഇത് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 മാംഗോസ്. 10 SP ഈക്വൽ ടു 12 CP എന്ന് എന്ത് ചെയ്യും? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ. കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസിന്റെ. കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ ഈക്വൽ ടു വരുവാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കിടക്കുന്ന 12 റേഷ്യോ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ കിടക്കുന്ന 10 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 12 ആണ്. റേഷ്യോ എടുക്കുമ്പോൾ 5 ആണെങ്കിൽ 6 ആണ്. എത്രയാണ് ലാഭം? 1 ലാഭം 5. ഇതൊക്കെ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ മൈൻഡിൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമ്പേഴ്സിനെ അറിയണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് നിങ്ങൾക്ക് NTPCക്ക് JEE-ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റെയിൽവേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് റൈസ് A to that of B is 5:7. The rice A was sold at a profit of 70% and B was sold at a profit of 30%. If the total profit earned after selling both the rice A and B is rupees 308, what is the difference between cost prices of rices A and B? ഇവിടെ നമുക്ക് വേറെ ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ വെയിറ്റഡ് ആവറേജ് ഒന്നും വേണ്ട. അപ്പം കോസ്റ്റ് പ്രൈസിന്റെ ഡിഫറൻസ് ആണ് വേണ്ടത് രണ്ടിന്റെ. കോസ്റ്റ് പ്രൈസ് 5ഉം 7ഉം. ഇവിടെ നമുക്ക് എന്ത് എഴുതിയേ പറ്റൂ? ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്തേ പറ്റൂ. റൈസ് എയുടെ കോസ്റ്റ് പ്രൈസ് 5x-ഉം റൈസ് ബിയുടെ കോസ്റ്റ് പ്രൈസ് 7x എടുക്കാം, ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഇത് എയുടെ, ഇത് ബിയുടെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിഫറൻസ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7x - 5x. 2x-ന്റെ വാല്യൂ ആണ് വേണ്ടത്. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് തന്നിട്ടുള്ളത്? ഈ ഒരു വലിയ സെന്റൻസ് തന്നിട്ടുള്ളത്. എന്താ പറയുന്നത്? റൈസ് എ വാസ് സോൾഡ് അറ്റ് പ്രോഫിറ്റ് ഓഫ് 70%. അതായത് 5x ആണ് റൈസ് എയുടെ വാല്യൂ. ഇതിന്റെ 70% ടോട്ടൽ പ്രോഫിറ്റ് ആണ് 308 തന്നത്. ഈ വാല്യൂവിന്റെ ഇതാണോ കോസ്റ്റ്? കോസ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പറയുന്നത്. 5x-ന്റെ 70%. 70% എന്ന് പറയുമ്പോൾ 70/100 അല്ലെങ്കിൽ 7/10 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടിയ പ്രോഫിറ്റ്. അതായത് ഫസ്റ്റ് ആ റൈസ് എയിൽ കിട്ടിയ പ്രോഫിറ്റ്. ഇതും 7x സെക്കൻഡ് ബി എന്ന് പറയുന്ന സാധനത്തിന്റെ റൈസിന്റെ കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 30%. നമുക്ക് 3/10 എന്ന് എഴുതാം. എനിക്ക് 30/100 ആണ്. പെർസെന്റേജ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 ആണ്. അത് പെർസെന്റേജ് കാണാതെ ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാൻ പറ്റില്ല. ഈക്വൽ ടു ഇതിന്റെ വാല്യൂ ആണ് 308 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഡിനോമിനേറ്ററിൽ ഇതും 10 ആണ്, ഇതും 10 ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 7 × 5 35x. ഇവിടെ 7 × 3 21x. 35 21 എത്രയാണ്? 56x എന്ന് പറയുന്നത് 308ഉം പിന്നെ 10 എന്തോട്ടും /10. /10 = 308 ആണ്. ഇവിടെയുള്ള /10 ഇങ്ങോട്ട് പോയി 3080 ആവും. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് 56ഉം 308. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 56 14ന്റെ മൾട്ടിപ്പിളാണ്. ഇതൊക്കെ എങ്ങനെ 14ന്റെ മൾട്ടിപ്പിളാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ 2 വെച്ചൊക്കെ വെട്ടേണ്ടി വരും. എങ്ങനെ 14ന്റെ മൾട്ടിപ്പിളാണ് കിട്ടുന്നത്? അത് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 56 14 × 4 ആണ്. ഇവിടെ 14 വെച്ച് കിട്ടുമ്പോൾ 14 2 30 14 2. എങ്ങനെയാണ് ഈ ഡിവിഷൻ ചെയ്യുന്നത്? എല്ലാം നമ്മുടെ ഈ ഒരു NTPC എക്സ്പ്രസിന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിലുണ്ട്. ഇത് കാണണം. 14 2 വട്ടം പോകും, ശിഷ്ടം 2. 22 14 2 വട്ടം 220. അപ്പോൾ എക്സിന്റെ വാല്യൂ 220/4 55 എന്ന് കിട്ടും. എക്സ് 55 കിട്ടി കഴിഞ്ഞാൽ 2x-ന്റെ വാല്യൂ 2x എന്ന് പറഞ്ഞാൽ കിട്ടും 2 × 55. നമുക്ക് 110 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി 110 എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ കൊടുക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഈ ഒരു വഴി തന്നെ മതി, വേഗത്തിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, സോഹൻ ബോട്ട് ഓൾഡ് റെഫ്രിജറേറ്റർ ഫോർ 2500. He spent rupees 500 on its repairs
ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 3300. ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ്. അപ്പൊ അയാളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയാൾ വാങ്ങിയ പൈസയും അതിൻ്റെ കൂടെ എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള പൈസയും കൂടെ ചേർത്തുള്ള എത്രയാണോ എമൗണ്ട് അതായിരിക്കും. ഇവിടെ 2500 രൂപയ്ക്ക് വാങ്ങിയിട്ട് 500 രൂപയ്ക്ക് എന്ത് ചെയ്തു? അയാൾ റിപ്പയർ ചെയ്തു. അതായത് 2500 500 3000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് ചിലവായി. അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 3000 രൂപ. അപ്പൊ അയാൾ അതിന് എത്രയാണ് വിറ്റത്? 3300 രൂപയ്ക്ക് വിറ്റു. എത്ര ലാഭം കിട്ടിയത്? 300 ലാഭം കിട്ടി. എത്രല്ലേ? ആരെ വെച്ചാൽ നമ്മൾ ലാഭം നോക്കുന്നത്? കോസ്റ്റ് പ്രൈസ്. അപ്പൊ 3000 ലാഭം കിട്ടി, 300 ലാഭം കിട്ടി. 3000 300 എന്ന് പറഞ്ഞാൽ 3000ന്റെ എത്ര പെർസെന്റേജ് ആണ് നോക്കുമ്പോൾ തന്നെ അറിയാം. ഒരു സാധനത്തിന്റെ 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ടാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10% 300 എന്ന് പറഞ്ഞാൽ 3000ന്റെ 10% പ്രോഫിറ്റ് ആണുള്ളത്. ഇനി ഇത് അറിയാത്ത, ഈ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്തു? 300 പ്രോഫിറ്റ് എത്രയില്? 3000. എന്നാൽ ഇൻറ്റു 100 ചെയ്ത് പെർസെന്റേജ് ഒക്കെ ഇട്ട് പൂജ്യങ്ങൾ വെട്ടി 3 വെട്ടി 10%. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് സമയത്ത് എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ പേന എടുക്കുന്നവർക്ക് തന്നെ സമയത്തിന് എക്സാം കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഒന്ന് മനസ്സിലാകും. എക്സാം കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പോൾ 30 ക്വസ്റ്റ്യൻ മാത്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 20 ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. അപ്പൊ ആ 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലല്ല, ബാക്കി 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലാണ് കാര്യം. ഈസി ക്വസ്റ്റ്യൻസ് വേഗം ചെയ്തില്ലെങ്കിൽ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈസി ക്വസ്റ്റ്യൻസും വേഗത്തിൽ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ഇത് പേന എടുക്കുക ചെയ്യുന്നത്? 2500 500 3000 രൂപയായി. എന്ത്? അയാളുടെ കോസ്റ്റ് പ്രൈസ്. അതിൽ 3300 വിറ്റപ്പോ ലാഭം അല്ലെങ്കിൽ നഷ്ടം പെർസെന്റേജിലാണ്. 3000 രൂപ സാധനം 3300 വിറ്റാൽ 300 ലാഭം. 3000ന്റെ 10%. എന്ത് ചെയ്യണ്ട? ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഷോപ്പ് കീപ്പർ ബോട്ട് വൺ തിങ് ഫോർ 212. ഓക്കെ, 212 രൂപയ്ക്ക് അയാൾ വാങ്ങി. ആൻഡ് സോൾഡ് ഫോർ 265. അപ്പൊ അതിൻ്റെ അടുത്ത് പ്രോഫിറ്റ് പെർസെന്റേജ് ഉണ്ട് പോയത് ഷോപ്പ് കീപ്പർ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാമോ? ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞുതരാം. 212 സാധനം 275 വിറ്റു. എത്ര പ്രോഫിറ്റ് കിട്ടി? ആ പ്രോഫിറ്റ് 212ന്റെ എത്ര ശതമാനം? ഇത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ ചെയ്ത ടൈപ്പ് സെയിം ടൈപ്പ് ആണ്. ഒന്ന് ഹോംവർക്ക് ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് ബൈക്ക് എത്രയാണ്? 25,000 ആണ്. വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിക്കും. ആൻഡ് ഡീലർ ഗെറ്റ്സ് 6% പ്രോഫിറ്റ് ഓവർ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബൈക്ക്. ഫൈൻഡ് ഔട്ട് ദ സെല്ലിംഗ് പ്രൈസ്. അതായത് ഇതിന്റെ 6% എന്ത് കിട്ടി? അവന് ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതോട് ചേർത്താണ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ 25,000 രൂപയുടെ 6% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 25,000 100% കോസ്റ്റ് പ്രൈസിന്റെ. അപ്പൊ വിൽക്കുന്നത് 106% എന്ന് എഴുതി മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എഴുതും. ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സാധനത്തിന്റെ 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഇതെല്ലാം പെർസെന്റേജ് പറഞ്ഞിട്ടുള്ള. ഒരു സാധനത്തിന് 1% എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഈ ഒരു 25,000ന്റെ 1% എത്രയാണ്? 250. അപ്പോൾ 250 ഗുണം 6 ആണ്. 25 150. 1500 രൂപയാണ് അയാൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ഇതിന്റെ 6%. അപ്പൊ എന്ത് ചെയ്താൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ കൂട്ടിയാൽ 25,000 1500 26,500 രൂപയ്ക്ക് എന്ത് ചെയ്യുകയാണ്? അയാൾ ആ ഒരു ബൈക്ക് വിറ്റും. പിന്നെ ഇതായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഏറ്റവും ഈസി ക്വസ്റ്റിനും ഈ രീതിയിൽ തന്നെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾസ് 200 600 ആണ്. ഒരു ഷോപ്പ് കീപ്പർ. അപ്പൊ ആ ഒരു ക്ലാസ് കണ്ടാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ് കണ്ടാൽ ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ വളരെ വേഗം, ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആൻസർ പറയും. ഷോപ്പ് കീപ്പർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് ₹300 ബൈ സെല്ലിംഗ് ബോത്ത്. ടോട്ടൽ 300 ആണ് അയാൾക്ക് രണ്ടിൽ നിന്നും ലാഭം കിട്ടും. ദ ഷോപ്പ് കീപ്പർ സോൾഡ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ അറ്റ് 30% പ്രോഫിറ്റ്. ഇവിടെ എന്താണ് നമ്മളുടെ ഒരു കാര്യം മനസ്സിലായത്? പെർസെന്റേജ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഈസി ആയിരിക്കും. ദെൻ അറ്റ് വാട്ട് പ്രോഫിറ്റ് ഡസ് ഹി സെൽ ദ സെക്കൻഡ് ആർട്ടിക്കിൾ. അപ്പൊ 30% പ്രോഫിറ്റ് ആണ് ആദ്യത്തെ സാധനത്തിൽ നിന്നും അയാൾക്ക് കിട്ടിയത്. 200 രൂപയുള്ള ഒരു സാധനത്തിന്റെ 30% പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ 200ന്റെ 10% 20 ആണ്. 30% എന്ന് പറയുമ്പോൾ 10 ഗുണം 3 എത്ര രൂപ കിട്ടും? 60. അപ്പൊ ഈ കാര്യം അറിയണമെങ്കിൽ പെർസെന്റേജ് എന്താണെന്ന് അറിയണം. പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ് കാണണം. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് ക്ലാസ് കാണണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറെ പേര് മനസ്സിലായില്ല എന്ന് പറയും. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഒരിക്കലും ഒരു ചാപ്റ്റർ ഫുള്ള് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസും ചെയ്യണം, നമുക്ക് ആ ഒരു ബേസും അറിയണം. ഇനി 600 രൂപയ്ക്ക് ടോട്ടൽ എത്ര? 300 ആണ് അയാൾക്ക് ലാഭം കിട്ടിയത്. അതിനകത്ത് 60 രൂപ ആദ്യത്തെ നിന്നാണ് കിട്ടിയത്. ബാക്കിയുള്ളത് 240 രൂപയാണ് സെക്കൻഡ് ആർട്ടിക്കിളിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് കേട്ടോ, പെർസെന്റേജ് ഓപ്ഷൻ. അപ്പൊ 240 600ന്റെ എത്ര ശതമാനം? ഇത് കാണുമ്പോൾ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ട്. ബൈ 600 × 100 എഴുതേണ്ട ആവശ്യമില്ല. ഈ 600ന്റെ 10% 60. 60 ഗുണം 4 അല്ലേ 240. അപ്പൊ എത്ര ശതമാനമായിരിക്കും? 40%. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 240 ബൈ 600 × 100. ഇതും പോയി 40%. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്തത്. അമൻ ബൈസ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ 30,000 വാങ്ങി. സ്പെൻഡ് 5,000 രൂപ റിപ്പയർ ആൻഡ് 2,000 ഓൺ പെയിന്റിംഗ് ആൻഡ് സെൽ ദ സ്കൂട്ടർ ആയിട്ട് 45,000 പ്രോഫിറ്റ് പെർസെന്റ്. 30,000 വാങ്ങിയിട്ട് 5,000 രൂപ റിപ്പയർ ആയി, 35,000 ആയി. പിന്നെ 2,000 രൂപ കൂടെ ചിലവാക്കി പെയിന്റിങ്ങിന്. അതായത് അയാളുടെ ചെലവ് 37,000 രൂപയാണ്. അയാൾ വിറ്റത്
5000 രൂപയ്ക്കാണ്. അയാളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി, കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എടുത്താൽ മതി. ഇതും ഈ 3 കളയാം. അതായത് 37 വാങ്ങിയ സാധനം 45 വിൽക്കുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? 8 പ്രോഫിറ്റ് കിട്ടും. ആരില് പെർസെന്റേജ് നോക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് 8/37 ആണ്. 8/37 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങ് ചെയ്യാം. ഇൻറ്റു 100 ചെയ്ത് 800/37%. 80-നകത്ത് 37 2 വട്ടം, 2-ൽ തുടങ്ങും. ഇതല്ല 60, 60-നകത്ത് 37 ഒരു വട്ടം, 21 പോയിന്റ് സംതിങ് ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ടുള്ള കോഴ്സ്. അടുത്തത്, ഷോപ്കീപ്പർ ഏൺസ് 540 പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. ദ കോസ്റ്റ് ഇൻക്രീസ് ബൈ 60%, whereas selling price remains the same. Find the ratio of new profit to selling price. അപ്പോൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് തന്നെ ചെയ്യും. അപ്പോൾ 540% കോസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എന്ത് കിട്ടും? കോസ്റ്റ് 100 ആണെങ്കിൽ 540, 100ന്റെ 540% 540, 640 എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ഇത് കോസ്റ്റ് പ്രൈസ് ഇനിഷ്യൽ, ഇത് സെല്ലിംഗ് പ്രൈസ് ഇനിഷ്യൽ. കോസ്റ്റ് എന്ത് ചെയ്യുന്നു? 60% കൂടി, അതായത് 160 ആയി. സെല്ലിംഗ് പ്രൈസ് 640 തന്നെ. ഇപ്പൊ പുതിയ പ്രോഫിറ്റ് എത്രയാണ്? പുതിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെല്ലിംഗ് പ്രൈസ്, ന്യൂ കോസ്റ്റ് പ്രൈസ്, ന്യൂ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 640 തന്നെ, 640 മൈനസ് 160, ഇതാണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 480 ആണ്. അതേ റേഷ്യോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 640, 0 പോയി 16 3 48, 16 4 64, 3:4. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് ആ ബേസിക് ആയിട്ടുള്ള പറഞ്ഞ പെർസെന്റേജിന്റെയും റേഷ്യോയുടെയും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയും ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത സെഷനിൽ വരാം. ഓക്കെ, അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വേണമെന്നുള്ളവർ അങ്ങനെ എടുത്ത് പഠിക്കാം. എല്ലാ ഹെൽപ്പിനും നമ്മളുടെ ട്യൂട്ടേഴ്സ്, ടീച്ചേഴ്സ് കൂടെ ഉണ്ട്. ഓക്കെ.